ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു. ശില്പ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: കടക്കെണി, ധൂർത്ത്, സമനില തെറ്റി കൂട്ടക്കൊല. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, ഭാവഭേദമില്ലാതെ അഫാൻ. റോബോട്ട് ആനകൾക്ക് ഗജകേസരി യോഗം. കടൽ ഖനനം. കടൽ ഖനനം വിശദീകരണവുമായി കേന്ദ്ര ഖനി മന്ത്രാലയം. നേമം ടെർമിനൽ രണ്ടാം ഘട്ടം, ആകെ ചെലവ് 500 കോടി. ഫൈനൽ തലേന്ന് സൽമാൻ വിളിച്ചു തലശ്ശേരിയിലെ ചുമട്ടുകാരനെ. പ്ലാസ്റ്റിക് മുക്ത പൊങ്കാല, നിർദ്ദേശവുമായി ഹരിത കർമ്മസേന. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി: കടക്കെണി, ധൂർത്ത്, സമനില തെറ്റി കൂട്ടക്കൊല. മലയാളികളുടെ തീരാ നോവായി മാറിയ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയുടെ കാരണം ചികഞ്ഞ പോലീസിന് മുന്നിൽ തെളിഞ്ഞത് സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥയുമായി പൊരുത്തപ്പെടാത്ത പ്രതിയുടെ താളം തെറ്റിയ ജീവിതം. പിതാവ് വിദേശത്ത് കടക്കെണിയിലായതും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വർഷങ്ങളായി യാത്രാവിലക്കിൽ കുരുങ്ങിയതും കാരണം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം. അപ്പോഴും അഫാന് കമ്പം ആഡംബര ജീവിതം, ധൂർത്ത, വില കൂടിയ വാഹനങ്ങൾ എന്നിവയോടായിരുന്നു. ആരെങ്കിലും ഉപദേശിച്ചാൽ അവരോട് പക. എങ്കിലും പിതാവിന്റെ ബാധ്യത തീർക്കാൻ കടം വാങ്ങിയിരുന്നു. അഫാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നതോടെയാണ് സ്വന്തം അനുജനടക്കം ഉറ്റ ബന്ധുക്കളെയും കാമുകിയെയും കൊലപ്പെടുത്തി ജീവനൊടുക്കണമെന്ന ചിന്തയിലെത്തിയത്. മകനെ രക്ഷിക്കാൻ അമ്മയുടെ മൊഴി. താൻ കട്ടിലിൽ നിന്ന് വീണതാണ് മജിസ്ട്രേറ്റിന് അഫാന്റെ അമ്മ ഷെമി മൊഴി നൽകിയത്. മകൻ തന്നോട് ചെയ്ത ക്രൂരത മാതൃവാത്സല്യം കാരണം മറച്ചു വെക്കുകയായിരുന്നു. എന്നാൽ ഇളയ മകൻ അഫ്സാനെ ഉൾപ്പെടെ 5 പേരെ അഫാൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് അമ്മ അറിഞ്ഞില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, ഭാവഭേദമില്ലാതെ അഫാൻ. ആശുപത്രിയിൽ ചികിത്സയോട് സഹകരിച്ച് പ്രതി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2ാം നിലയിൽ കാർഡിയോളജി വിഭാഗത്തിൽ എക്കോ റൂമിനെതിരെയുള്ള 32ാം നമ്പർ മുറിയിലാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ. 24 മണിക്കൂറും പോലീസുകാരുടെ സുരക്ഷയിലാണ് അഫാൻ. മുറിക്കു പുറത്ത് വാതിൽ പഴുതിലൂടെ അഫാനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പലരും. പോലീസ് കാഴ്ച മറയ്ക്കുന്നു. ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയ അഫാൻ എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് തിങ്കൾ രാത്രി 7ഓടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ തുണി കൊണ്ട് കെട്ടിയുമായിരുന്നു ആദ്യ ദിനങ്ങളിലെ ചികിത്സ. കഴിഞ്ഞ ദിവസം കാലുകളിലെ കെട്ട് അഴിച്ചു. ഒരു കൈ കട്ടിലിൽ വിലങ്ങ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം ഇത് അഴിച്ചു മാറ്റും. ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത പോലെ പെരുമാറും, ചിലപ്പോൾ നിശബ്ദനാകുകയും ചെയ്യും. കൊല നടത്തിയതിനെ കുറിച്ച് പോലീസുകാരോട് പറയും. ഭക്ഷണം കഴിക്കാൻ വളരെ താല്പര്യം കാണിക്കുന്നില്ല. കൊല നടത്തിയ കാര്യങ്ങൾ ഭാവഭേദമില്ലാതെ വിവരിച്ചെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ അഫാനെ സ്കാനിങ്ങിന് വിധേയനാക്കി, രക്തപരിശോധനയും നടത്തി. അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആരോഗ്യവാനാണെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തി. ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും പ്രശ്നങ്ങളൊന്നുമേ ഇല്ലേ. 2 ദിവസം കൂടി ഇയാൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും. എലിവിഷം കഴിച്ചെങ്കിലും കരളിന്റെ പ്രവർത്തനവും സാധാരണ നിലയിലാണ്. അടുത്ത ദിവസം നടത്തുന്ന രക്തപരിശോധനയിലും കരളിന്റെ പ്രവർത്തനത്തിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനാണ് തീരുമാനം. ഇതിനു പിന്നാലെ മാനസികാരോഗ്യ വിദഗ്ധനും അഫാനെ പരിശോധിക്കും. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല. ഇപ്പോൾ ചികിത്സയോട് സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് ഇന്നലെ രാവിലെ രേഖപ്പെടുത്തിയിരുന്നു. വൈകിട്ട് 5:30 നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേഷൻ ആശുപത്രിയിലാണ് അഫാനെ റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അഫാന്റെ മറുപടി. റോബോട്ട് ആനകൾക്ക് ഗജകേസരി യോഗം. ഇടഞ്ഞോടില്ല, ഏക്കത്തിന് ലക്ഷങ്ങൾ മുടക്കേണ്ട.
ഉത്സവങ്ങൾ മുതൽ ഉദ്ഘാടനത്തിന് വരെ റോബോട്ട് ആനകൾ. സംഭവം ക്ലിക്കായപ്പോൾ ശില്പികൾക്ക് നിന്ന് തിരിയാൻ സമയമില്ല. സംസ്ഥാനത്ത് നിലവിൽ 350-ൽ താഴെ നാട്ടാനകളാണുള്ളത്. ആനകളുടെ കുറവും കർശന നിയന്ത്രണങ്ങളും സംഘാടകരെ മാറ്റി ചിന്തിപ്പിച്ചു. 25 വർഷം മുമ്പ് തൃശൂർ കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിനാണ് സംസ്ഥാനത്ത് ആദ്യമായി യന്ത്രവൽകൃത ആന എത്തിയത്. പ്രമുഖ ശില്പി ഡാവിഞ്ചി സുരേഷ് ആയിരുന്നു ഇതിനു പിന്നിൽ. തുടർന്ന് കൂടുതൽ ആനകളെ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകി. ഒരു ഘട്ടത്തിൽ റോബോട്ട് ആനകളോട് താൽപര്യം കുറഞ്ഞപ്പോൾ നിർമ്മാണം അവസാനിപ്പിച്ചെന്നും ഇപ്പോൾ ആവശ്യക്കാർ കൂടിയതായും ഡാവിഞ്ചി സുരേഷ് പറയുന്നു. കടൽ ഖനനം വിശദീകരണവുമായി കേന്ദ്ര ഖനി മന്ത്രാലയം. പരിസ്ഥിതി ആഘാതം പഠിച്ചിട്ട് ഖനനം. കേരള തീരത്ത് കടൽ മണം ഖനനം ആരംഭിക്കുന്നതിന് മുൻപ് പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കേരളത്തിലെ വിവാദങ്ങൾക്കിടെയാണ് ഖനി മന്ത്രാലയം സെക്രട്ടറി KL കാന്താറാവുവിന്റെ പ്രതികരണം. ലേല നടപടികൾക്ക് തുടക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പഠന പര്യവേക്ഷണ പ്രവർത്തനങ്ങൾക്കായി 2-3 വർഷമെടുക്കുമെന്നും കാന്താറാവു പറഞ്ഞു. അതുകഴിഞ്ഞ് ഖനനം നടക്കൂ. മത്സ്യബന്ധനം നടക്കുന്ന മേഖലയ്ക്കും വളരെ അപ്പുറത്താണ് ഖനനം നടത്തുന്നത്. 25 കിലോമീറ്റർ ദൂരെ വരെയാണ് മത്സ്യബന്ധനം നടക്കുന്നതെങ്കിൽ ഏകദേശം 50 കിലോമീറ്റർ വരെ ആയിരിക്കും ഖനനം. എങ്കിലും ഇത് മത്സ്യബന്ധനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണം മുൻനിർത്തി പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ സംഘടനകളുടെയും പ്രതിനിധികൾ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നതായും കാന്താറാവു പറഞ്ഞു. കരയിൽ ഖനികൾക്കുള്ള ലേലം നടക്കുമ്പോൾ ഏതൊക്കെ തരം പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടക്കുമോ അതുപോലെ തന്നെ കടലിലും നടക്കും. അനുമതി നൽകേണ്ട മന്ത്രാലയങ്ങൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അത് പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ എടുക്കുക. സസ്യജന്തുജാലങ്ങൾ കുറവും ധാതുക്കളുടെ അടവ് കൂടുതലുമുള്ള സ്ഥലങ്ങളാണ് കടൽ ഖനനത്തിനായി കണ്ടെടുത്തത്. ഗുജറാത്തിലെ പോർബന്തറിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഇതേ രീതിയിലാണ് സ്ഥലങ്ങൾ കണ്ടെത്തിയത്. നേമം ടെർമിനൽ 2ാം ഘട്ടം. ആകെ ചെലവ് 500 കോടി. ഏറ്റെടുക്കേണ്ടത് 10 ഹെക്ടർ. നേമം റെയിൽവേ ടെർമിനൽ 2ാം ഘട്ട വികസനത്തിന് 10 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 300 കോടി രൂപയും ടെർമിനൽ നിർമ്മാണത്തിന് 200 കോടി രൂപയും ഉൾപ്പെടെ 500 കോടി രൂപയുടെ പദ്ധതി ശുപാർശ ദക്ഷിണ റെയിൽവേ തയ്യാറാക്കി. 1ാം ഘട്ടത്തിന് 117 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നേരത്തെ അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ 2 പിറ്റ് ലൈനുകളുടെ നിർമ്മാണം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് 50-ലധികം വീടുകളുള്ള സ്ഥലമാണ് പുതുതായി ഏറ്റെടുക്കേണ്ടത്. ആദ്യ മാസ്റ്റർ പ്ലാനിൽ 2ാം ഘട്ടം ഉൾപ്പെടുത്തിയിരുന്നതിനാൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് സ്ഥലം ഉടമകൾക്ക് അപ്രതീക്ഷിതമല്ല. തിരുവനന്തപുരം നോർത്തിൽ ആവശ്യത്തിന് സ്റ്റേബിളിംഗ് ലൈനുകൾ ഇല്ലാത്തതിനാൽ ട്രെയിനുകൾ പ്ലാറ്റ്ഫോം ലൈനിൽ നിർത്തിയിടുകയാണ്. ഇതുമൂലം പുതിയ സർവീസുകൾ ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. തിരുവനന്തപുരത്തും പ്ലാറ്റ്ഫോം പരിമിതിയിലുള്ളതിനാൽ കഴക്കൂട്ടത്തും വർക്കലയിലും പരവൂരിലും വരെ ട്രെയിനുകൾ നിർത്തിയിടേണ്ടി വരാറുണ്ട്. തിരുവനന്തപുരത്ത് രാവിലെ ട്രെയിനുകൾക്ക് പ്ലാറ്റ്ഫോം നടക്കാൻ കഴിയാത്ത പേട്ടയിൽ പിടിച്ചിടുന്ന പ്രശ്നം മാറണമെങ്കിൽ നേമം ടെർമിനലിൻ്റെ പൂർണ്ണ വികസനം നടക്കണം. ടെർമിനലുകൾ കൃത്യസമയം പാലിക്കാത്തതാണ് കാരണമെന്ന് തലസ്ഥാനത്തെ ടെർമിനൽ ഫൈനൽ തലേന്ന് സൽമാൻ വിളിച്ചു തലശ്ശേരിയിലെ ചുമട്ടുകാരനെ. നാഗ്പൂരിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിന് ഇറങ്ങുന്നതിന് തലേന്ന് കേരളത്തിന്റെ സൂപ്പർ താരം സൽമാൻ നിസാറിന്റെ ഒരു ഫോൺ കോൾ തലശ്ശേരി മാർക്കറ്റിലെ പച്ചക്കറി ചുമട്ടുകാരൻ ദേവാനന്ദിനെ തേടിയെത്തി. തന്നെ ആദ്യമായി പാടണിയിച്ച മത്സരത്തിനിറക്കിയ പരിശീലകന്റെ അനുഗ്രഹം വാങ്ങാനായിരുന്നു സൽമാന്റെ വിളി. തന്റെ ശിഷ്യരായ സൽമാനും അക്ഷയ് ചന്ദ്രനും രഞ്ജി ഫൈനലിൽ കളിക്കുന്നതിന്റെ ത്രില്ലിലാണ് 40 കൊല്ലമായി ടെലിച്ചേരി ക്രിക്കറ്റ് ക്ലബ് സെക്രട്ടറിയും പരിശീലകനുമായ ദേവാനന്ദ്. അണ്ടർ 14-ൽ ആദ്യമായി സൽമാൻ പാഡ് കെട്ടിയത് ദേവാനന്ദിന്റെ ക്ലബിനാണ്. ടെലിച്ചേരി ക്രിക്കറ്റിന്റെ രക്ഷാധികാരി എന്ന ഈ 59-കാരന് വിളിക്കാം. തലശ്ശേരി മാർക്കറ്റിലാണ് ചുമട്ട് ജോലിയെങ്കിലും ദേവാനന്ദിന്റെ മനസ്സ് മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ്. പ്ലാസ്റ്റിക് മുക്ത പൊങ്കാല നിർദ്ദേശവുമായി ഹരിത കർമ്മസേന.
ആറ്റുകാൽ പൊങ്കാലയിൽ നിന്ന് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ. അജൈവ മാലിന്യ ശേഖരണത്തിന് വീട്ടിലെത്തുമ്പോൾ പൊങ്കാലയ്ക്ക് പാലിക്കേണ്ട ഹരിതചട്ടത്തെക്കുറിച്ച് സേനാംഗങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജില്ലാ ശുചിത്വത്തിന്റെ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ശുചിത്വ പൊങ്കാല പുണ്യ പൊങ്കാല ക്യാമ്പയിനിന്റെ ഭാഗമായാണിത്. ജില്ലയിലെ 73 പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ഹരിതകർമ്മസേന ക്യാമ്പയിൻ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മാർച്ച് 5-നാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം ആരംഭിക്കുന്നത്. 13-നാണ് പൊങ്കാല. പൊങ്കാല സമർപ്പണത്തിന് തയ്യാറെടുക്കുന്നവർ പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കി സ്റ്റീൽ പ്ലേറ്റ്, ഗ്ലാസ്, തുണി, സഞ്ചി എന്നിവ കരുതണം. അജൈവ വസ്തുക്കൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണം. ഭക്ഷണം, വെള്ളം തുടങ്ങിയവ വിതരണം ചെയ്യുന്നവർ പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ അറിയിക്കുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, ഭാവഭേദമില്ലാതെ അഫാൻ. റോബോട്ട് ആനകൾക്ക് ഗജകേസരി യോഗം. കടൽ ഖനനം വിശദീകരണവുമായി കേന്ദ്ര ഖനി മന്ത്രാലയം. നേമം ടെർമിനൽ 2-ാം ഘട്ടം, ആകെ ചിലവ് 500 കോടി. ഫൈനൽ തലേന്ന് സൽമാൻ വിളിച്ചു തലശ്ശേരിയിലെ ചുമട്ടുകാരനെ. പ്ലാസ്റ്റിക് മുക്ത പൊങ്കാല നിർദ്ദേശവുമായി ഹരിതകർമ്മസേന. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 7ാം ക്ലാസ് B ഡിവിഷനിലെ അനാമിക. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. രാജ്യതലസ്ഥാനത്തെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത? 9. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.